PM ശ്രീ പദ്ധതിയിൽ നിന്ന് പിന്മാറാൻ സർക്കാർ ആലോചന. പദ്ധതിയുമായി മുന്നോട്ട് പോകേണ്ടതില്ല എന്ന ആലോചന. 2027 മാർച്ചിൽ കാലാവധി അവസാനിക്കുന്ന സാഹചര്യത്തിലാണ് നീക്കം. PM ശ്രീയിൽ തുടരുന്നത് രാഷ്ട്രീയമായി തിരിച്ചടിയാകും എന്ന നിലപാടാണ് മുസ്ലിം ലീഗിന്. വിവരങ്ങളുമായി പ്രസാദ് ഉടുമ്പിശ്ശേരിയാണ് ചേരുന്നത്. പ്രസാദ്, എന്തായാലും വലിയ തരത്തിലുള്ള സമ്മർദ്ദം ലീഗിന്റെ ഭാഗത്തു നിന്നും ഇക്കാര്യത്തിൽ ഉണ്ടായി എന്ന് തന്നെ മനസ്സിലാക്കണം. അപ്പോൾ PM ശ്രീയിൽ നിന്ന് പിന്മാറാനാണോ സർക്കാരിന്റെ നീക്കം? സ്വാതി, അത്തരത്തിലൊരു ആലോചനയാണ് ഇപ്പോൾ സർക്കാർ നടക്കുന്നത്. അതിന് കാരണമായിട്ടുള്ളത് ഒന്ന്, കേന്ദ്ര സർക്കാരിൽ നിന്ന് തന്നെ ലഭിച്ചിട്ടുള്ള കഴിഞ്ഞ ദിവസം രാജ്യസഭയിൽ ജബീർ മെത്തർക്കും അതോടൊപ്പം തന്നെ അബ്ദുൽ വഹാബ് MP-ക്കും ലഭിച്ചിട്ടുള്ള മറുപടി കൂടി ഇതിനകത്ത് പരിഗണിക്കുന്നുണ്ട് എന്നുള്ളതാണ് എടുത്തു പറയേണ്ടത്. അതായത് പ്രത്യേകിച്ച് അബ്ദുൽ വഹാബിന് നൽകിയിട്ടുള്ള മറുപടിയിൽ PM ശ്രീയിൽ നിന്ന് പിന്മാറിയാൽ അതുമായി ബന്ധപ്പെട്ട ധനസഹായം കിട്ടില്ല എന്നുള്ളത് മാത്രമാണ് അതിനകത്ത് എടുത്തു പറയുന്ന ഒരു കാര്യം. ഈ ഒരു സാഹചര്യത്തിൽ ഇത്തരമൊരു മറുപടി കിട്ടിയിട്ടും PM ശ്രീയുമായി മുന്നോട്ട് പോകുന്നത് രാഷ്ട്രീയമായി തിരിച്ചടി നേരിടേണ്ടി വരും എന്നുള്ള വിലയിരുത്തലാണ് മുസ്ലിം ലീഗിനുള്ളത്. സർക്കാർ വന്ന സമയത്ത് മുഖ്യമന്ത്രിയും അതോടൊപ്പം തന്നെ വിദ്യാഭ്യാസ മന്ത്രിയും എല്ലാം തന്നെ ആവർത്തിച്ച് വ്യക്തമാക്കിയത് ഒരു കരാർ കേന്ദ്ര സർക്കാരുമായി ഒരു ധാരണ ഉണ്ടാക്കിയിരിക്കുന്നു. അതുകൊണ്ട് തന്നെ അതിൽ നിന്ന് ഇനി പിന്മാറുക അസാധ്യമാണ് എന്നുള്ളതായിരുന്നു ആദ്യം സ്വീകരിച്ചൊരു നിലപാട്. കഴിഞ്ഞ സർക്കാരാണ് PM ശ്രീയുമായി മുന്നോട്ട് പോകാൻ തീരുമാനിച്ചത്. പക്ഷേ CPI-യുടെ കടുത്ത എതിർപ്പിനെ തുടർന്ന് ഇനി മുന്നോട്ട് പോകേണ്ടതില്ല എന്ന് ചൂണ്ടിക്കാണിക്കുക, അങ്ങനെ താല്പര്യമില്ല എന്ന് ചൂണ്ടിക്കാണിച്ചുകൊണ്ട് കേന്ദ്രത്തിന് ഒരു കത്ത് അയച്ചിരുന്നു. ആ കത്തിന്റെ സ്ഥിതി തന്നെയാണ് ഇപ്പോഴും നിൽക്കുന്നത്. ആ രീതിയിൽ തന്നെ മുന്നോട്ട് പോകട്ടെ, അതാണ് രാഷ്ട്രീയമായും ഗുണം ചെയ്യുക എന്നൊരു വിലയിരുത്തൽ മുസ്ലിം ലീഗിനുണ്ട്. ഇനി കോൺഗ്രസ് കൂടിയാണ് ഈ വാദം അംഗീകരിക്കേണ്ടത്. എന്തായാലും മന്ത്രിതല ഉപസമിതി, 4-അംഗ ഉപസമിതി, മന്ത്രിമാരടങ്ങുന്ന ഉപസമിതി ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് റിപ്പോർട്ട് സമർപ്പിക്കാൻ സർക്കാരിന് ആവശ്യപ്പെട്ടിരുന്നു. ഉടൻ തന്നെ അതുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള ഒരു റിപ്പോർട്ട് സമർപ്പിക്കും. PM ശ്രീ 2027 മാർച്ചിൽ അതിന്റെ പദ്ധതിയുടെ കേന്ദ്ര പദ്ധതിയുടെ കാലാവധി അവസാനിക്കുകയാണ്. അങ്ങനെയെങ്കിൽ ഒരു വർഷം പോലും ഇല്ലാത്ത ഒരു പദ്ധതിക്ക് വേണ്ടി വലിയ തോതിൽ നിൽക്കുന്നത് അത് രാഷ്ട്രീയമായി തിരിച്ചടിക്ക് കാരണമാകും എന്നൊരു വിലയിരുത്തലിന്റെ അടിസ്ഥാനത്തെ തുടർന്നാണ് ഇപ്പോൾ പിന്മാറാൻ ആലോചന നടക്കുന്നത്. പ്രസാദ്, ഇനി അറിയേണ്ടത് പ്രസാദ് സൂചിപ്പിച്ചതുപോലെ കോൺഗ്രസിന്റെ ഭാഗത്തു നിന്നും ഇക്കാര്യത്തിലുള്ള ഒരു സ്ഥിരീകരണം കൂടിയാണ് എന്നുള്ളതാണ്. ഈ മന്ത്രിസഭാ ഉപസമിതി റിപ്പോർട്ട് സമർപ്പിക്കുമ്പോൾ മാത്രമേ ഇക്കാര്യത്തിൽ വ്യക്തത വരികയുള്ളൂ, അതോ അതിനു മുൻപ് തന്നെ മുഖ്യമന്ത്രി അടക്കമുള്ള ആളുകൾ ഇക്കാര്യത്തിൽ ഏതെങ്കിലും തരത്തിലുള്ള പ്രതികരണത്തിന് തയ്യാറാകുമോ? സ്വാതി, മന്ത്രിസഭ ഉപസമിതിയുടെ റിപ്പോർട്ടിനെ തുടർന്നായിരിക്കും അത്തരമൊരു പരസ്യ പ്രഖ്യാപനം എല്ലാം തന്നെ ഉണ്ടാവുക. കാരണം ഇതിനകത്ത് ഇപ്പോൾ മുസ്ലിം ലീഗ് മാത്രമാണ് എന്തായാലും അതിൽ നിന്ന് പിന്മാറി ഇനി മുന്നോട്ട് പോകുന്നത് വലിയ തിരിച്ചടിക്ക് കാരണമാകുമെന്നൊരു നിലപാട് സ്വീകരിച്ചിട്ടുള്ളത്. കോൺഗ്രസിനെ സംബന്ധിച്ചിടത്തോളം കോൺഗ്രസ് ഭരിക്കുന്ന മറ്റ് സംസ്ഥാനങ്ങളിൽ ഒക്കെ PM ശ്രീ നടപ്പിലാക്കുന്നുണ്ട്. അപ്പോൾ രാഷ്ട്രീയമായി അവർക്ക് അതിനോട് വിയോജിപ്പില്ല എന്നുള്ളത് വളരെ വ്യക്തമാണ്. ഇനി ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് എത്ര ഫണ്ട് ഇപ്പോൾ കേന്ദ്ര സർക്കാരിന്റെ PM ശ്രീയുടെ പദ്ധതി മാത്രമല്ല മറ്റ് കേന്ദ്ര ഫണ്ടുകൾ തടഞ്ഞു വെക്കാനുള്ള സാധ്യതയുണ്ടോ, അത്തരം കാര്യങ്ങളൊക്കെ പരിശോധിച്ചതിന് ശേഷമായിരിക്കും അന്തിമ നിലപാടെടുക്കുക. എന്തായാലും ഈ കേന്ദ്രത്തിൽ നിന്ന് തന്നെ പാർലമെന്റിൽ നിന്ന് തന്നെ അങ്ങനെ ഒരു മറുപടി ഇതിനകത്ത് മുന്നോട്ട് പോയില്ലെങ്കിൽ പോലും മറ്റ് പ്രശ്നങ്ങളില്ല എന്ന തരത്തിലുള്ള ഒരു മറുപടി ലഭിച്ചതുകൊണ്ട് തന്നെ രാഷ്ട്രീയമായി ഇനി അങ്ങനെ ഒരു തീരുമാനമെടുത്ത് മുന്നോട്ട് പോകാൻ കഴിയില്ല എന്നതാണ്. PM ശ്രീ നടപ്പിലാക്കി മുന്നോട്ട് പോകാൻ കഴിയില്ല. അത് പ്രത്യേകിച്ച് മുസ്ലിം ലീഗിനെ സംബന്ധിച്ചിടത്തോളം വലിയ പ്രതിസന്ധി ഉണ്ടാവും. ഇപ്പോൾ തന്നെ സമസ്ത ഉൾപ്പെടെയുള്ള മുസ്ലിം സംഘടനകൾ കടുത്ത എതിർപ്പ് PM ശ്രീയുമായി മുന്നോട്ട് പോകരുത് എന്ന് ആവശ്യപ്പെട്ടിട്ടുണ്ട്. മുസ്ലിം ലീഗ് തന്നെ അവരുടെ ബഹുജന സംഘടനകൾ, യൂത്ത് ലീഗ് ആണെങ്കിലും MSF ഉൾപ്പെടെയുള്ള വിദ്യാർത്ഥി സംഘടനകളാണെങ്കിലും അത്തരത്തിൽ ഏതെങ്കിലും സാഹചര്യത്തിൽ അതിൽ നിന്ന് പിന്മാറാൻ കഴിയുമെങ്കിൽ പിന്മാറണം എന്ന് ആവശ്യപ്പെടുന്ന സാഹചര്യം ഉണ്ടായിട്ടുണ്ട്. അപ്പോൾ ഇതെല്ലാം കണക്കിലെടുത്തുകൊണ്ടാണ് മുസ്ലിം ലീഗ് അത്തരമൊരു നിലപാടിലേക്ക് വന്നിട്ടുള്ളത്. എന്നാൽ കോൺഗ്രസ് അത് അവരുടെ നിലപാട് ഒരുപക്ഷെ ഉപസമിതി റിപ്പോർട്ടിന് ശേഷമായിരിക്കും മുഖ്യമന്ത്രി ഉൾപ്പെടെയുള്ള ആളുകൾ അതിനകത്തൊരു അന്തിമ നിലപാടിലേക്ക് പോകുക. എന്തായാലും 2027 മാർച്ചിൽ അവസാനിക്കാനിരിക്കുന്ന ഒരു പദ്ധതിക്ക് വേണ്ടി രാഷ്ട്രീയമായി ഇത്തരമൊരു തിരിച്ചടിക്ക് നിൽക്കേണ്ടതുണ്ടോ എന്നതുകൂടി പരിശോധിച്ച ശേഷമായിരിക്കും തീരുമാനമെടുക്കുക. ശരി പ്രസാദ്, എന്തായാലും PM ശ്രീയിൽ ടേൺ അതിലേക്ക് തന്നെ കാര്യങ്ങൾ കടക്കുന്നു എന്നുള്ളതാണ്. PM ശ്രീയുമായി മുന്നോട്ട് പോകേണ്ട എന്നുള്ള തീരുമാനമാണ് സർക്കാരിന്റെ ഭാഗത്തു നിന്നും ഉണ്ടാകുന്നത്. ലീഗിന്റെ ഭാഗത്തു നിന്നും ആണ് ഈ ഒരു നീക്കം, ഇതിൽ ഒരു നിലപാട്, മുസ്ലിം ലീഗിന്റെ നിലപാട് രാഷ്ട്രീയം ആയി തിരിച്ചടിക്കും എന്നുള്ള, ഇക്കാര്യത്തിൽ രാഷ്ട്രീയമായി തിരിച്ചടിക്കും എന്നുള്ളതാണ് മുസ്ലിം ലീഗിന്റെ നിലപാട്.